ഹായ് ഓൾ, വെൽക്കം ടു ബഹ്റൈൻ ഡയറീസ്. ഞാനിപ്പോൾ ഉള്ളത് ബഹ്റൈനിലെ അൽ ഖമീസ് മോസ്കിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ മോസ്കിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് നിർമ്മിച്ച ഒരു പള്ളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, എനിക്കറിയാവുന്ന ചുരുക്കം ചില അറിവുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കേട്ടോ. പിന്നെന്താണ്, ഞാനിങ്ങനെ ബഹ്റൈനിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അറിയാനൊക്കെയുള്ള എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ യാത്രകളൊക്കെ നടത്തുന്നത് തന്നെ. പിന്നെ അതൊരു കുഞ്ഞു രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് പോകാനും എളുപ്പമാണല്ലോ. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്തി തരണം കേട്ടോ. അപ്പം ഇന്ന് ഈ മോസ്കിനെ ഞാൻ കാണിക്കാൻ പോണത്. നല്ല കാറ്റുണ്ട് കേട്ടോ, പൊടിക്കാറ്റടിക്കുന്നുണ്ട്. പഴയ കാലത്തെ പള്ളിയുടെ ചരിത്ര അവശേഷിപ്പുകളാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഒത്തിരി ചുമരുകളുടെയൊക്കെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ബാക്കി ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇവർ ഉള്ള ഭാഗങ്ങളൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ദേ കണ്ടോ, ഇതൊരു ചെറിയൊരു റൂമാണ്. ഇത് വലിയൊരു മിനാരാണ് കേട്ടോ, നല്ല ഉയരത്തിലാണ്. അപ്പം ഇതിന് അടുത്തേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉയരത്തിലേക്ക് പോകാനായിട്ട് ഇതേ കണ്ടോ, കയറി പോകാനായിട്ട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെ പോകാനായിട്ട് ഞാൻ അങ്ങനെ കയറി പോകുന്നില്ല, റിസ്ക് എടുക്കുന്നില്ല. അപ്പം പള്ളിയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ബാക്കിൽ കൂടിയാണ് കയറി പോയത്. അൽ ഖമീസ് മോസ്ക്. അപ്പം ഇവിടെ കാണാനായിട്ട് ഈ ചരിത്ര അവശേഷിപ്പുകളും ഈ കുറച്ച് ബിൽഡിങ്സിൻ്റെ ഈ പള്ളിയുടെ കുറച്ച് ഭാഗങ്ങളും മാത്രം തന്നെയുള്ളൂ കേട്ടോ. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എങ്കിൽ പോലും ഇങ്ങനെ ഇതന്നെ കാണാൻ നമുക്ക് കിട്ടിയത് ഭാഗ്യമല്ലേ. കാരണം ലൈക്ക് ഇത്രയും വർഷത്തെ പഴക്കമുള്ള ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു ബിൽഡിംഗ് അല്ലേ ഇത്, ഒരു പള്ളിയല്ലേ ഇത്, ബിൽഡിംഗ് അല്ല കേട്ടോ, പള്ളി. അപ്പം ഈ പള്ളിയുടെ പുറത്തേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴേ ഇവിടെ താഴോട്ടേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് താഴേക്ക് വേണമെങ്കിൽ ഇറങ്ങി പോകാം. ഇറങ്ങി പോകണോ വേണ്ട, ഞാൻ ഇറങ്ങി പോകുന്നില്ല. തൽക്കാലം എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ കേട്ടോ. ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുഴിയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ ലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ ബൾബുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും ഉണ്ട് ചില ചരിത്ര അവശേഷിപ്പുകൾ, ഇവിടെയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ കല്ലുമ്മൊക്കെ അറബി ഭാഷയിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്. എനിക്കത് വായിക്കാൻ അറിയാത്തത് കൊണ്ട്. അപ്പം ഇതാ ഇവിടെ ഉള്ളിലും എന്തോ ഉണ്ട് കേട്ടോ, ഒരു കല്ലുണ്ട്, അതും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥനകളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പം നമ്മൾ കണ്ടിറങ്ങി കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല അവിടെ. എങ്കിലും ഇവിടെ എന്താ പറയുക, കാണാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക്. പിന്നെ ഇത് നമ്മുടെ ആര്യവേപ്പിൻ്റെ മരമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആര്യവേപ്പിൻ്റെ മരങ്ങൾ ഇങ്ങനെ ചുറ്റുവട്ടത്തും നിറയെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡിലേ ഒരുപാട് കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കല്ലുമൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുമുണ്ട്. അപ്പം ഇതൊക്കെ വായിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. എനിക്ക് പിന്നെ അറബി ഭാഷ അറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇവിടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു തന്നോളൂ കേട്ടോ എനിക്കും. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സിംഗിൾ സ്ലാബ്, ഗ്രേവ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ. In the name of Allah, the most gracious, the most merciful Allah, none has the right to be worshipped but He, the ever living, the one who sustains and protects all that exist. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പള്ളിയുടെ പുറത്തുണ്ടല്ലോ ഇതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം, ഇത് എൻട്രൻസ് ഉണ്ടോ എന്തോ. നല്ല പച്ചപ്പിൽ ഇങ്ങനെ ദേ കണ്ടോ, ഒരു കൂടാരം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്തോ ഒരു തണുപ്പാണ്, ഭയങ്കര തണുപ്പ് കേട്ടോ.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്